എന്തായാലും വീണയ്ക്കെതിരെയുള്ള അന്വേഷണം പുതിയൊരു തലത്തിലേക്ക് തന്നെയാണ് വഴിമാറിയിരിക്കുന്നത്. കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ നടന്ന 9 മണിക്കൂർ നീണ്ട രണ്ടാം വട്ട ചോദ്യം ചെയ്യലിലും വീണയുടെ മറുപടികൾ അതീവ ദുരൂഹമെന്നാണ് സൂചന. സേവനം നൽകിയെന്ന വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുമ്പോഴും അത് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തത് കേസിലെ അഴിമതി സാധ്യതകൾക്ക് ബലം നൽകുന്നുണ്ട്. തന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് CMRലുമായി നടന്ന ഇടപാടുകളിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്നാണ് വീണയുടെ വാദം. എന്നാൽ കരാറ് പ്രകാരമുള്ള സേവനങ്ങൾ നൽകിയോ എന്ന ചോദ്യത്തിന് മുന്നിൽ വീണയുടെ മറുപടികൾ പതറി. സേവനം നൽകിയതായി അവകാശപ്പെടുമ്പോഴും അത് രേഖാമൂലം തെളിയിക്കാനോ സാങ്കേതികമായ വിശദീകരണം നൽകാനോ വീണയ്ക്ക് കഴിഞ്ഞില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതോടെ കേസ് കേവലം സാമ്പത്തിക ഇടപാടിൽ നിന്ന് അഴിമതിയിലേക്ക് വഴിമാറുകയാണ്. മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ പങ്ക് അന്വേഷണ പരിധിയിലാകുന്നു എന്നതും രാഷ്ട്രീയ കേരളം ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് CMRന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചതിനും അതിന് പ്രത്യുപകാരമായി മകളുടെ കമ്പനിക്ക് മാസപ്പടി നൽകിയോ എന്നതുമാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. അധികാരവും പണവും തമ്മിലുള്ള ഈ അവിശുദ്ധ ബന്ധം തെളിയിക്കപ്പെട്ടാൽ പിണറായി വിജയൻ നേരിട്ട് സംശയനിഴലിലാകും. ED പിടിച്ചെടുത്ത SFIO സീരീസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രേഖകളാണ് കേസിൽ നിർണായകമാകുന്നത്. കുറ്റപത്രത്തിൽ 134 സുപ്രധാന രേഖകൾ വീണയുടെ വാദങ്ങളെ ഒന്നൊന്നായി പൊളിച്ചെടുക്കുന്നതുമാണ്. കരിമണൽ കമ്പനിയിൽ നിന്ന് പ്രധാനമായും കരാർ ലഭിച്ച സാഹചര്യമാണ് ED പരിശോധിക്കുന്നത്. CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട് കേവലം ഒരു സാമ്പത്തിക ഇടപാട് മാത്രമാണോ അതോ പിണറായി വിജയന്റെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ലഭിച്ചതാണോ എന്നതാണ് അന്വേഷണ ഏജൻസിയുടെ സംശയം. CMRൽ നിന്ന് കൈപ്പറ്റിയ 2.78 കോടി രൂപ എങ്ങനെയാണ് വിനിയോഗിച്ചതെന്ന് വ്യക്തമാക്കുന്നതിൽ വീണ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇനി തെളിവുകൾ നിരത്തി ED അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. ഈ തുക അവിടെ ചെലവഴിച്ചു എന്നതിൽ വ്യക്തത വരാത്തത് വലിയൊരു സാമ്പത്തിക തട്ടിപ്പിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മാസപ്പടി തെളിയിക്കപ്പെട്ടാൽ പിണറായി വിജയൻ നേരിട്ടോ അല്ലാതെയോ വലിയൊരു കുരുക്കിലാകും. ED ഇതോടെ പിടിച്ചെടുത്ത 134 രേഖകളും വീണയുടെ മൊഴികളും തമ്മിൽ വലിയ പൊരുത്തക്കേടുകളാണ് ഉള്ളത്. രേഖകൾ കാണിച്ച് ചോദിക്കുമ്പോൾ വീണ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് EDയെ കുഴയ്ക്കുന്നുണ്ട്. കുരുക്കുകളുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ക്ഷീണം അഭിനയിക്കുകയും വിശ്രമം വേണമെന്ന് പറയുകയും ചെയ്യും. നിർണായകമായ ചോദ്യങ്ങൾ വരുമ്പോൾ വെള്ളം ചോദിക്കുകയും മുഖം പൊത്തിയിരിക്കുകയും ചെയ്യുകയാണത്രേ. വീണയുടെ കോടികളുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. CMRൽ നിന്ന് പണം വാങ്ങിയ ശേഷം അത് ഏതെല്ലാം രീതിയിൽ നിക്ഷേപിച്ചുവെന്നും എങ്ങനെ ചെലവഴിച്ചുവെന്നും ED അന്വേഷിക്കുന്നു. ഈ വീണയുടെ കൈവശമുള്ള കോടികൾ വിലമതിക്കുന്ന വജ്ര സ്വർണം ആഭരണങ്ങൾക്കായി ഈ പണം ചെലവഴിച്ചില്ലെന്നും ആഭരണങ്ങളേറെയും സ്വർണ്ണ വജ്രക്കടകൾ സമ്മാനം കൊടുത്തതാണെന്നും ED സംശയിക്കുന്നു. പിണറായിക്ക് അന്വേഷണം നീളുന്ന സാഹചര്യത്തിൽ അടുത്തയാഴ്ച പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃത്വവും MLA സ്ഥാനവും രാജിവെച്ച് ഒഴിയേണ്ടി വരും.